ശുചീന്ദ്രത്തിൽ നിന്ന് മടങ്ങിയതിന് ശേഷമാണ് അവൾക്ക് ഈ പ്രശ്നം തുടങ്ങിയത്. വിനേട്ട് ഓർമ്മയില്ലേ? അവിടെ വെച്ച് രണ്ടാളും അടിയും ചക്കരയും പോലായിരുന്നു. ഒരുമിച്ച് കറങ്ങാൻ പോകുന്നു, ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോകുന്നു, എന്തൊക്കെയായിരുന്നു. തിരിച്ചു വന്നപ്പോ ആ ഇരുപേഷം അങ്ങ് മാറിപ്പോയോ? നീ ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? സത്യത്തിൽ സുചീന്ദ്രത്ത് വെച്ചാണ് നമ്മുടെ കാര്യം അവസാനിച്ചെന്നാ ഞാൻ വിചാരിച്ചത്. അതുപോലെയായിരുന്നു അച്ഛന്റെ പെരുമാറ്റം. കാണാതായി തിരിച്ചു വന്ന് ബോധം വീണപ്പോ ആദ്യം എന്റെ പേര് വിളിച്ച് കണക്ക് പുറത്ത് എന്ന് പറയുമെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ പലതും മറന്ന കൂട്ടത്തില് അച്ഛൻ അത് മറന്നെന്നാ തോന്നുന്നത്. അച്ഛനൊന്നും മറന്നിട്ടില്ല. ആ കിടപ്പിന്ന് എണീക്കുമ്പോ അറിയാം എന്താ പറയാൻ പോകുന്നതെന്ന്. എനിക്കെന്തോ എല്ലാം കൂടെ ആലോചിക്കുമ്പോ അത് കലങ്ങി കിടക്കുന്ന പോലെ. എല്ലാം കൂടി എന്ന് വെച്ചാ? അല്ല വിനേട്ടാ, നമ്മളെല്ലാരും കൂടെ ഹാപ്പി ആയിട്ടല്ലേ ഇവിടുന്ന് അമ്പലത്തിൽ പോയത്? നീ അത്ര ഹാപ്പി ഒന്നും ആയിരുന്നില്ല. അത് വീട് കാര്യം പറയുമ്പോ ഒരുമാതിരി കുനിഷ്ടുണ്ടാക്കുന്ന പറയുന്ന കൂടി കേക്ക് മനുഷ്യ. ചിതറാളി വെച്ച് എന്നെ ആരോ തള്ളിയിട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? വേദയുടെ പിന്നിൽ ചെന്ന് എന്നെ ആരോ തള്ളിയിട്ട പോലെ ആയിരുന്നത്. നീ വേദയുടെ പിന്നിൽ പോയതിനടി? അതല്ലല്ലോ ഇവിടുത്തെ കാര്യം. ആരോ നമ്മളെ അപ്പം മുതൽ ഫോളോ ചെയ്യുന്നുണ്ടെന്നാ ഞാൻ പറഞ്ഞു വന്നത്. ആര് ഫോളോ ചെയ്ത് നിന്നെ കൊല്ലാൻ? നിന്നെ കൊല്ലാൻ വേണ്ടി മാത്രം ആരുണ്ട്? അതിന് നീ ആരാണ്? അപ്പൊ അച്ഛനെതിരെ വണ്ടി ഇടിക്കാൻ വന്നതോ? ആശുപത്രിയിൽ നിന്ന് പുറത്തുപോയ അച്ഛനെ ബോധം കെടുത്തി തട്ടിക്കൊണ്ടുപോയതോ നിങ്ങളുടെ അച്ഛനാരാ? ഇന്ത്യൻ പ്രസിഡന്റാ? ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ നിന്ന് പുറപ്പെട്ടപ്പോ മുതല് ഈ വീട്ടിലെ മുഴുവൻ ആൾക്കാരുടെ പിറകിലും ആരൊക്കെയോ ഉണ്ടായിരുന്നു എന്നാ. എടി മണ്ട ശിരോമണി, നീ നിന്ന പാറയുടെ തൊട്ടപ്പുറത്ത് ഞാനുണ്ടായിരുന്നു. നിന്നെ ആരും തട്ടിയിടാൻ വന്നില്ല. നിന്റെ നിലവിളിയായിട്ട് തിരിഞ്ഞു നോക്കുമ്പോ ആ പാറയുടെ മുകളിൽ നീ വേറെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്റെ തോളി തൊട്ടതാരാ? നിന്റെ അച്ഛന്റെ പ്രയാസം. അപ്പൊ നിങ്ങളുടെ അച്ഛനെ തട്ടിക്കൊണ്ടുപോയത് നിങ്ങളുടെ അച്ഛന്റെ പ്രയാസമായിരുന്നോ? അപ്പൊ പറയുന്നത് അങ്ങോട്ട് കേക്ക്. അച്ഛനെ കാണാതായി നമ്മൾ വീട്ടിൽ തിരിച്ചെത്തുന്നത് വരെ വേദം ഓക്കെ ആയിരുന്നു. നമ്മളെയൊക്കെ പോലെ തന്നെ അച്ഛനെ കുറിച്ചുള്ള ആദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാ അച്ഛൻ തിരിച്ചെത്തിയതിനു ശേഷം അവളുടെ മുഖം തെളിഞ്ഞിട്ടുണ്ടോ? നിന്റെ പോയിന്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ വിനേട്ടാ, അച്ഛനെ കാണാതെ പോയതും തിരിച്ചെത്തിയതുമെല്ലാം വേദ കൂടി അറിഞ്ഞിട്ടാണെങ്കിലോ? എന്തോന്ന്? വേദ ഇവിടെ വന്ന ദിവസം വിക്രമനോട് പറഞ്ഞതാ അവന്റെ ജീവിതം നരകതുല്യമാക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിൽ കഴിഞ്ഞ 1 വർഷമായി നടന്ന മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അവളാണെങ്കിലോ? അവൾ അറിഞ്ഞിട്ടാണ് എല്ലാം നടക്കുന്നതെങ്കിലോ? വാസവൻ ഈ വീട് കത്തിച്ചതും വിക്രമിനെ അന്ന് ആ പെണ്ണ് പെടുത്തിയതും എല്ലാം അവളും കൂടി അറിഞ്ഞിട്ടാണെങ്കിലോ? അവളാണ് ഈ വീട്ടിലെ ഇലുമിനാറ്റിയെങ്കിലോ? കുശുബ് മൂത്ത് പ്രാന്തായതാ നിനക്ക്. സത്യം നിന്റെ തല കൊണ്ടുവല്ല വെണ്ണീറിൽ പൊളിച്ചു വെക്ക്. എടി, അവള് കൂടി ഈ കെട്ടിടത്തിൽ കിടന്ന് കത്തി ചാമ്പലാവാൻ പോയതാണ്. വിക്രം വന്നിട്ടാണ് അവളെ രക്ഷിച്ചത്. അവളാണ് ഓരോ തവണയും വിക്രത്തിനെ പുറത്തിറക്കി കൊണ്ടുവരുന്നത്. യെസ്, ആദ്യത്തെ കാര്യം അവൾ അത് മനഃപൂർവ്വം ചെയ്തതായിരുന്നു, വിശ്വാസ്യത കൂടാൻ. രണ്ടാമത്തേത് ഒറ്റയടിക്കില്ലാതാക്കാനല്ല, ഇട്ട് നരകിപ്പിക്കാനാണ്. അതായത് അവളുടെ ആഗ്രഹം പൂച്ച ഈ എലിയെ ഇട്ട് കൊല്ലാതെ കൊല്ലും പോലെ. അപ്പോഴോ? അതായത് അച്ഛൻ കാണാതായതിന് പിന്നിൽ യഥാർത്ഥത്തിൽ അവളാണ്. അത് വിക്രം മലക്ക് പോയി തിരിച്ചെത്തുമ്പോ അച്ഛൻ പറയും. അതുകൊണ്ടുള്ള പേടി കാരണമാണ് അവള് പോയത്. യെസ്, ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു വന്നത് പിടികിട്ടി. അങ്ങനെ ഒരു സാധ്യത ഇല്ലേ? എങ്ങനെയുണ്ട് എന്റെ ഡിറ്റക്റ്റീവ് ബുദ്ധി? എടി ബുദ്ധിയില്ലാത്ത മഴ കഴുതേ, നീ ഇപ്പൊ പറഞ്ഞത് ഓക്കെ. ഇനി ആരോടെങ്കിലും ഇവിടെ ഇത് പറഞ്ഞാൽ ശരി. ഞാൻ പറഞ്ഞത് മുഴുവൻ പൊട്ടത്തെറ്റ്. പക്ഷെ ബുദ്ധിയുള്ള നിങ്ങൾ പറ, എന്താ അവള് പെട്ടെന്ന് ഇറങ്ങിപ്പോയത്? നിന്റെ ചോദ്യം ശരിയാണ്, പക്ഷേ അതിന് ഉത്തരം കണ്ടെത്തേണ്ട വഴി ഇതല്ല. പിന്നെ വരട്ടെ, നമുക്ക് അന്വേഷിക്കാം. എന്തായിരിക്കും കാര്യം? ശ്രീകാന്ത് ഓഫീസിൽ പോയോ? രാവിലെ തന്നെ പോയി. വേദയോ? അവള് മുറിയിലുണ്ട്, പുറത്തിറങ്ങിയിട്ടില്ല. അവളോട് കഴിക്കാൻ വരാൻ പറ. സാധാരണ അവളിങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം വരാൻ ഇടയില്ലാത്തതാണ്. എന്താണ് കാരണമെന്ന് ഇപ്പൊ ആരും അവളോട് ചോദിക്കണ്ട. മനസ്സിലായല്ലോ? അനാവശ്യമായിട്ടൊന്നും പറയാനും. വേദേച്ചി വന്നോളൂ. കഴിക്കാറായില്ലേ? ഇല്ല, വിശപ്പില്ല. ഞാൻ എന്താ അവരോട് പറയണ്ടേ? എനിക്കിപ്പോ വേണ്ടാന്ന് പറഞ്ഞേക്ക്. അമ്മേ, ചേച്ചിക്കിപ്പോ വേണ്ടാന്ന് നിങ്ങളോട് കഴിച്ചോളാൻ പറഞ്ഞു. ശരി, അവര് കഴിച്ചോട്ടെ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. നീ കഴിച്ചോ, എനിക്ക് വേണ്ട. പട്ടിണി അടക്കാൻ പോവാണോ? ആക്ച്വലി എന്താ വേദിച്ച് സംഭവിച്ചത്? ഇന്നലെ അല്ലേ അവിടെ കെട്ടുനിറായിരുന്നത്? അപ്പോ വിക്രമേട്ടൻ മലയ്ക്ക് പോയിട്ട് വരുന്നതിന് മുമ്പ് ചേച്ചി അവിടുന്ന് പോന്നു അല്ലേ? വിക്രമേട്ടൻ വരുന്നതിന് മുന്നേ പോരണമെങ്കിൽ എന്തോ കാര്യമുണ്ടല്ലോ. എന്തെങ്കിലും കാര്യമായ ഇഷ്യൂ ആണോ, അതോ ചെറിയ പിണക്കമാണോ? നിനക്ക് എന്താ ദീപ്തി അറിയേണ്ടത്? വിക്രമേട്ടനോട് പിണങ്ങിയിട്ടാണോ വേദേശി ഇങ്ങോട്ട് വന്നതെന്ന്? അല്ല. പിന്നെ എന്തെങ്കിലും കാര്യമില്ലാതെ വേദേശി ഇങ്ങോട്ട് വരത്തില്ല, അത് ഉറപ്പാ. വേദേശി ഇങ്ങോട്ട് പോകുന്ന കാര്യം വിക്രമേട്ടൻ അറിയോ? ഇല്ല. അപ്പോ പറയാതെയാണോ പോകുന്നത്? അപ്പോ വിഷയം ശരിക്കും സീരിയസാ. ഞാനൊന്ന് കുറച്ചുനേരം ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ ദീപ്തി, നീ ഒന്ന് പോവാൻ നോക്ക്. ഞാൻ വേദേശിയെ ബുദ്ധിമുട്ടിക്കാനൊന്നും വന്നതല്ല. വിക്രമേട്ടനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ സംസാരിക്കാന്ന് വിചാരിച്ചിട്ടാ. ഞാനും വരണം കൂടി വിക്രമേട്ടനെ കാണാം, ഞങ്ങളൊന്ന് സംസാരിച്ചു നോക്കട്ടെ. വേണ്ട, അതിന്റെ ആവശ്യമില്ല. സത്യത്തിൽ ഞങ്ങളുടെ കാര്യത്തിൽ ചേച്ചിയും വിക്രമേട്ടനും ഉണ്ടല്ലോ എന്നൊരു സമാധാനമായിരുന്നു എനിക്ക്. ഇനിയിപ്പോ ആ പ്രതീക്ഷ ഇല്ലാതാവൂ. എന്നെ എതിർക്കാൻ അച്ഛനും ചേട്ടനും ഒരു കാരണം കൂടിയാവും. ചേച്ചിയെ പോലെ തന്നെയാവും എന്റെയും ജീവിതമെന്നായിരിക്കും അവര് പറയാൻ പോകുന്നത്. അവരങ്ങനെ പറഞ്ഞ ഞാൻ നിനക്ക് വേണ്ടി മറുപടി പറഞ്ഞോളാം. അതുപോലെ ഇപ്പോഴത്തെ അവസ്ഥയില് ചേച്ചിക്ക് അതിനുള്ള വോയിസ് ഉണ്ടാവോ? അവര് ചേച്ചിയുടെ വാക്ക് കേൾക്കാൻ തയ്യാറാവോ? അതിന് ഞാൻ വിക്രമുമായി പിണങ്ങി പിരിഞ്ഞതാണെങ്കിലല്ലേ? അപ്പൊ അങ്ങനെയല്ലേ? ഞാനങ്ങനെയാ കരുതിയത്. വിക്രമേട്ടനുമായിട്ട് വഴക്കിട്ടതുകൊണ്ട് തിരിച്ചു വരുന്നതിന് മുമ്പ് ചേച്ചി ഇറങ്ങിപ്പോന്നാ അമ്മയും വിചാരിച്ചിരിക്കുന്നത്. വിക്രമായിട്ട് ഞാൻ ഇതിനാ പിണങ്ങുന്നത്. അപ്പൊ ഇറങ്ങിപ്പോന്നതോ? ആ വീട്ടുകാരുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായോ? അവരെ കുറിച്ച് നിനക്കറിയാത്തതുകൊണ്ടാ ഈ ചോദ്യം. പിന്നെ എന്താ കാര്യം? ഇത്രയും നാളും ചെയ്യാത്തൊരു കാര്യം ചെയ്യാൻ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? കാരണം ഉണ്ടാവുമെന്ന് കരുതിക്കോളൂ. പക്ഷെ തൽക്കാലം ഞാനത് പറയുന്നില്ല എന്ന് മാത്രം.
നീ ചെന്ന് കഴിക്കാൻ നോക്ക്. എന്നെ കാത്തിരിക്കണ്ട. ഒരു കാര്യം ഉറപ്പ്, ഈ കാര്യം കൊണ്ട് നിന്റെയും വരുണിന്റെയും വിഷയത്തിൽ തടസ്സം ഉണ്ടാവില്ല. അതുപോലെ നീ ചെല്ല, എല്ലാ കാര്യങ്ങളും ശരിയാവും. വയ്ക്കും. നീ കൂടി അറിഞ്ഞിട്ടാണ് അവള് പോയെന്ന് എനിക്കറിയാം. കരഞ്ഞു തീരട്ടെ എന്ന് കരുതിയാ ഇത്രയും നേരം സംസാരിക്കാതിരുന്നത്. പറയേ, ഇവിടെ നിന്ന് പോകാനായി എന്ത് കാരണമാണ് അവൾ നിന്നോട് പറഞ്ഞത്? അവള് പറഞ്ഞത് മാഷൻ കേട്ടതല്ലേ? അത് നീ വിശ്വസിക്കുന്നുണ്ടോ? അവൾ അതാണ് കാരണമെന്ന് പറയുമ്പോ നമ്മൾ വിശ്വസിക്കാതെ എന്ത് ചെയ്യും മാഷെ? കമല, എനിക്ക് ചില കാര്യങ്ങൾ അറിയണം. എന്നിട്ട് വേണം എനിക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ. അന്ന് ശുചീന്ദ്രത്ത് വെച്ച് ആശുപത്രിയിലാവുന്നതുവരെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയാം. അതിനുശേഷം ഇവിടെ എന്താ സംഭവിച്ചത്? എന്തോ നീ കുടുംബത്തിൽ നടന്നിട്ടുണ്ട്. അതാണ് വേദയെ ഇത്ര പെട്ടെന്ന് ഈ തീരുമാനത്തിലെത്തിച്ചത്. ഇവിടെ എന്ത് നടക്കാനാ മാഷെ? മാഷ് എവിടെയെന്നറിയാതെ ഉള്ളു പൊള്ളി കാത്തിരിക്കുന്ന സമയത്ത് ഇവിടെ എന്ത് നടന്നു? ഞാൻ എവിടെയായിരുന്നു എന്ന് എനിക്ക് പോലും തിരിച്ചറിയാനാകാത്ത സാഹചര്യത്തിലാണ് ഇവിടെ തിരിച്ചെത്തിയത്. അതിനിടയിൽ വേദയ്ക്ക് എന്തെങ്കിലും സൂചന ലഭിച്ചിരുന്നോ? ഇല്ല മാഷെ, എന്നോടൊന്നും പറഞ്ഞിരുന്നില്ല. ശ്രീനിവാസന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വിക്രം പങ്കെടുത്തത് കൊണ്ട് വേദ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല. മറ്റെന്തോ ഇതിന് പുറകിലുണ്ട്. ആർക്കറിയാം മാഷെ? ഞാൻ അമ്പലത്തിൽ ഭജന ഇരുന്ന ദിവസങ്ങളില് ആ കുട്ടിയുടെ മനസ്സ് മാറിയത്. അപ്പോഴും മാഷ് തിരിച്ചു വരുമെന്ന് ആ കുട്ടി ഉറപ്പായും വിശ്വസിച്ചിരുന്നു. എന്നോടത് പറയുകയും ചെയ്തു. പക്ഷേ അപ്പോഴൊന്നും വിക്രമിനെ വിട്ടുപോകുവാണെന്നൊരു സൂചന എനിക്ക് തന്നിരുന്നില്ല. ഇന്നലെ അയ്യപ്പൻ വിളക്ക് നടക്കുന്നതിന്റെ അന്ന് വൈകിട്ടാ എന്നോട് പറയുന്നത്. വിക്രം മലയ്ക്ക് പോകുന്നതുവരെ ഇത് ആരോടും പറയരുതെന്ന് എന്നോട് പറയുകയും ചെയ്തു. അവനറിഞ്ഞ മനസ്സിടറി പോകുന്ന കരുതി ഞാനൊന്നും പറഞ്ഞുമില്ല. പക്ഷെ കെട്ടുനിറയ്ക്കുമ്പോഴും ദക്ഷിണ കൊടുക്കുമ്പോഴും എന്റെ ഉള്ളിൽ പിറ്റേന്ന് അവള് പോകുമല്ലോ എന്നോർത്ത് പേടിയായിരുന്നു മാഷെ. ഒന്ന് ചോദിക്കട്ടെ കമല, എവിടെയാണെന്ന് പോലും അറിയാതെ ഞാൻ തിരിച്ചു വരുമെന്ന് അവൾ അത്രയും ഉറപ്പായും സംശയിക്കാൻ കാരണം എന്താ? ആ കുട്ടിയുടെ തോന്നലാവും മാഷെ. അല്ലെങ്കിൽ ഒരു പക്ഷെ എനിക്ക് ധൈര്യം പകരാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാവും. അങ്ങനെ ആയിരിക്കോ? അതോ മറ്റെന്തെങ്കിലും വിധമായിരിക്കും? എന്നുവെച്ചാ ഞാൻ തിരിച്ചെത്തിയ ഇവിടെ നിന്ന് പോയിരിക്കണമെന്ന് അവളോട് ആരെങ്കിലും ആവശ്യപ്പെട്ടിരിക്കോ കമല? എന്താ മാഷെ അങ്ങനെ തോന്നാൻ? എന്റെ മനസ്സ് അങ്ങനെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത് അവള് വിക്രമിനോടെങ്കിലും പറയാതിരിക്കോ? ഇനി അങ്ങനെ മാഷിനെ വെച്ച് വിലപേശാൻ ആരാ ഉള്ളത് മാഷെ? ഇത്രയും കാലം ഈ വീട്ടിൽ ഒന്നിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇത്രയും കാലം കഴിഞ്ഞ പോലാണോ ഇപ്പൊ ഞാനും വിക്രം? ഇനിയുള്ള ജീവിതത്തിൽ ഞാനും അവനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കാൻ വേദയുണ്ടാവുന്ന ഉറപ്പുള്ള ആരെങ്കിലുമാണ് അവളിവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് തോന്നിയതെങ്കിലും. മാഷ് ആ ശ്രീനിവാസനെയാണോ ഉദ്ദേശിച്ചത്? അറിയില്ല കമല, പക്ഷെ ആരായാലും ഈ കുടുംബത്തിന്റെ ഭദ്രത തകർക്കണമെന്ന് ലക്ഷ്യമുള്ള ഒരാളാണ് പുറകിൽ. അതെനിക്ക് ഉറപ്പ്. വരട്ടെ, വിക്രം തൊഴുതു മടങ്ങിയതട്ടെ. എന്നിട്ട് ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കാം. എന്നിട്ട് മതി ബാക്കിയെല്ലാം. വേദ, നിന്നോടൊന്നും ചോദിക്കരുതെന്നാ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. നീ ഇവിടെ നിന്ന് എങ്ങനെ പോയോ അതേപോലെ തിരിച്ചു വന്നേ അച്ഛൻ വിചാരിക്കുന്നുള്ളൂ. അച്ഛൻ മാത്രല്ല, ഞങ്ങളും. ഇവിടെ ആരും നിന്നെ ബുദ്ധിമുട്ടിക്കാൻ വരില്ല. നിന്റെ ഇഷ്ടം പോലെ നിനക്കിവിടെ കഴിയാം. പക്ഷെ ഭക്ഷണം കഴിക്കാതെ പട്ടിണി ഇരിക്കരുത്. നിന്നോടൊപ്പം കഴിക്കാനിരിക്കായിരുന്നു അച്ഛൻ. മുമ്പ് നീ ഇവിടെ ഉണ്ടായിരുന്നപ്പോ അച്ഛൻ നിന്നോടൊപ്പം കഴിക്കുമായിരുന്നുള്ളൂ. ഓർമ്മയുണ്ടോ? ഇന്ന് നിങ്ങളെ അങ്ങനെ കാണാൻ കഴിയുമെന്ന് ഞാൻ കരുതി. ഇനി സമയമുണ്ടല്ലോ. അതവിടെ വെച്ചേക്ക്. നിനക്ക് തോന്നുമ്പോ എടുത്ത് കഴിച്ചേക്ക്. വർഷ വാ. അമ്മേ, വിക്രം വന്നു. വാ അമ്മേ. എന്തായി മോനെ, നന്നായി തൊഴുതോ? ഓമേ, എരുമേലി ചെന്ന് പേട്ട തുള്ളിയിട്ടാ ഞാൻ പോയത്. നല്ല തിരക്കായിരുന്നു. അരവണയും അപ്പൊ ഒക്കെ ഉണ്ട്. മാല ഊരിയോ? വരുന്ന വഴി അമ്പലത്തിൽ ചെന്ന് ഊരിട്ടാ വന്നത്. എന്നാ ചെന്ന് കുളിച്ചിട്ട് വാ. വ്രതം മാറണ്ടേ? മീനും ചിക്കനും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാവാം. അതിനു മുമ്പ് നിങ്ങളോട് എല്ലാരോടും കൂടി എനിക്കൊരു കാര്യം പറയാനുണ്ട്. വേദ ഓഫീസിൽ പോയിരിക്കും അല്ലേ? ആദ്യം ഞാൻ അങ്ങോട്ട് പോവാന്നാ കരുതിയത്. പിന്നെ കരുതി നിങ്ങളോട് ആദ്യം പറയാന്ന്. ഞാൻ ശ്രീനി സാറിന്റെ വലം കൈയായിട്ട് നിൽക്കുന്നു എന്നാണല്ലോ നിങ്ങളുടെ എല്ലാം പരാതി. എന്നാ പിന്നെ അതങ്ങ് അവസാനിപ്പിക്കാന്ന് കരുതി. മലയ്ക്ക് പോകുന്നതിന് 2 ദിവസം മുമ്പ് തുടങ്ങിയത് വേദയുടെ മുഖം വീർപ്പിക്കലും പിണക്കൊക്കെ. ശരിക്കും പറഞ്ഞ ഇലക്ഷൻ വിജ്ഞാപനം വന്ന അന്ന് മുതൽ. അപ്പൊ വേദയുടെ പിണക്കൊക്കെ നീ കാര്യമായിട്ട് എടുക്കാൻ തുടങ്ങിയല്ലേ? അത് പിന്നെ അങ്ങനെയല്ലേ നന്ദിനിയെടുത്തി വേണ്ടത്? നമ്മുടെ നന്മയ്ക്ക് വേണ്ടി രാപ്പകലില്ലാതെ ശ്രമിക്കുന്ന ഒരാളുടെ സന്തോഷം നമ്മൾ കണ്ടില്ലാന്ന് നടിക്കാൻ പറ്റുമോ? അത് ശരിയാ, നമ്മള് കണ്ടില്ലെന്ന് നടിച്ചൂടാ. പക്ഷേ തിരിച്ച് അവരും കൂടെ അത് കാണുന്നുണ്ടെന്ന് ഉറപ്പ് വരണമെന്ന് മാത്രം. അമ്മ എന്നെ നോക്കി പേടിപ്പിക്കുന്നു വേണ്ട. ഞാനും ഒന്നും പറയാൻ പോകുന്നില്ല. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ. അല്ല, എടുത്തെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെന്തെങ്കിലും ആയിക്കോട്ടെ, നീ പറഞ്ഞു വന്നത് പറ. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ വേദിയോട് പറഞ്ഞിരുന്നത്. പക്ഷെ അവളത് വിശ്വസിച്ചില്ല. അതുകൊണ്ട് തന്നെ ആദ്യം അത് ശ്രീനി സാറിനോട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. ഈ ഇലക്ഷൻ കഴിയുന്നതുവരെ മാത്രമേ ഞാൻ സജീവമായിട്ട് ശ്രീനി സാറിനോടൊപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോ വേദ വിശ്വസിച്ചില്ല. അപ്പോ ഇനി നീ ശ്രീനിവാസന്റെ ഒപ്പം ഉണ്ടാവില്ലെന്നാണോ? അതെന്നെ, ഇലക്ഷൻ കഴിയുന്നതുവരെ മാത്രമേ ഞാൻ ശ്രീനി സാറിനൊപ്പം കാണും. അത് കഴിഞ്ഞാൽ ഞാൻ നല്ലൊരു സുഹൃത്തായിരിക്കും എന്നല്ലാതെ മറ്റൊന്നിലും ഇടപെടില്ല. ഉറപ്പ്. മലയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇത് തീരുമാനിച്ചിട്ട് പോകായിരുന്നില്ലേ വിക്രം? അല്ല, എന്തു പറ്റി? നിന്റെ ഭാര്യ കെട്ടും കിടക്കി എടുത്ത് ഇവിടുന്ന് പോയി. അത് തന്നെ. വിശ്വാസം വരുന്നില്ലെങ്കിൽ പോയി നോക്ക്. ചിലപ്പോ ഇനി നിനക്ക് മാത്രമായിട്ട് വല്ല വിടപറയൽ കത്തെഴുതി കിടക്കിക്കടയിൽ വെച്ചിട്ടുണ്ടോ അറിയില്ലല്ലോ. നന്ദിനി, നിർത്ത്. നിന്റെ പരിഹാസം ഈ വില്ലിനി വേണ്ട. കുറെ നാളായി ഞാൻ കണ്ടില്ലാതെ നടിക്കുന്നു. ഇനി നിർത്തിക്കൊള്ളാം. വിക്രം, ശ്രീനിയും നീയും തമ്മിലുള്ള ബന്ധത്തിന്റെ പേര് പറഞ്ഞാണ് അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. പോവരുതെന്ന് നിന്റെ അമ്മയും ഞാനും ശ്രീജിയൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ അവളെന്തോ ഉറച്ച തീരുമാനം എടുത്താൽ മട്ടെ